ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഇതാ രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ എഴുന്നേറ്റു കേട്ടോ. അപ്പം ലച്ചുവിനെയും പാച്ചുവിനെയൊക്കെ വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പം ലച്ചുട്ടിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പം പാച്ചു ഇതാ വേറെ റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം അങ്ങനെ രണ്ടാളെയും വിളിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിതാ നേരെ വാതിൽ തുറന്നു. അപ്പം നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ. അപ്പം നല്ലൊരു തണുപ്പൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഈ മഞ്ഞായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് വയലും കൂടി ആയതുകൊണ്ട് അതിൻ്റെതായ പ്രത്യേകതരം ഒരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഞാനത് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ ലച്ചുട്ടിക്ക് ചെറുതായിട്ടൊന്ന് പനിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൾ മദ്രസയിൽ പോകണമെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയിട്ട് ഇതാ ഞാൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ അവർ കടി കഴിക്കില്ല കേട്ടോ. അപ്പം ചായയും റസ്ക്കും കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം അങ്ങനെ അവർ ചായയും റസ്ക്കൊക്കെ കഴിച്ചു. അപ്പം ഞാനിത് ഇന്ന് പുട്ടാണ് കേട്ടോ ആക്കുന്നത്. അപ്പം അതിനുള്ള തേങ്ങ ചിരവ് നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മദ്രസയിൽ പോകാനുള്ള ടൈമും ആയി കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ലച്ചും പാച്ചും കൂടി മദ്രസയിലോട്ട് പോകുക കേട്ടോ. ലച്ചുവിനോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ പോണ്ടാന്ന്. പക്ഷെ രാവിലെ ഒരു പാരസെറ്റാമോളൊക്കെ കുടിച്ചിട്ടാട്ടോ പോകുന്നത്. പോണോ മദർസക്ക്? പോണോ? പോയിക്കോ, നല്ല പോയിക്കോട്ടാ. വലൈക്കും സലാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി തേങ്ങയൊക്കെ ചിരവി കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ തേങ്ങയ്ക്കൊരു ചെറിയൊരു വ്യത്യാസം. അപ്പം ചോറും ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഇതാ ഞാൻ പുട്ടാണ് ആക്കുന്നത്. അങ്ങനെ പുട്ടും ആയിക്കൊണ്ടുണ്ട് കേട്ടോ. പുട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിൽ വന്നിട്ടുണ്ട്. മഴക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്. മഴ തുടങ്ങുമ്പോൾ ഒരു നല്ല ഒന്നൊന്നര മഴ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ലച്ചു പോകുന്നില്ല കേട്ടോ സ്കൂളിലോട്ട്. അപ്പോൾ ലച്ചുവിനെ സ്കൂളിലോട്ട് വിടുന്നില്ല. പനിച്ചിട്ടാണ് മദർസിലോട്ട് പോയത്. അപ്പം മദർസിലോട്ട് പോകണ്ട പറഞ്ഞിട്ടൊന്നും അവൾ കേട്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് സ്കൂളിലോട്ട് എന്തായാലും വിടണ്ട. മദ്രസ് കുറച്ച് നേരമല്ലേ ഉള്ളൂ. സ്കൂൾ വൈകുന്നേരം വരെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ പനിച്ചാൽ ആകെ ഇടങ്ങാറാവും. ടീച്ചേഴ്സൊക്കെ നല്ല നോക്കും കേട്ടോ. എന്നാലും പനിച്ചിട്ട് വിടണ്ടെന്ന് കരുതി കേട്ടോ. ഇനിയിപ്പം നമുക്ക് പുട്ടും കറിയൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ കറിയുണ്ട്, പുട്ടായിട്ടുണ്ട്. പിന്നെ പാച്ചുവിൻ്റെ കുപ്പിയിൽ ഇതാ വെള്ളമാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് പുട്ട് സ്കൂളിലോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവൻ്റെ ടിഫിൻ ബോക്സിലാക്കാം കേട്ടോ. ഓൻ്റെ കയ്യിൽ വേണ്ട, ഉപ്പാൻ്റെ ബോക്സിൽ മതി എന്ന് പറഞ്ഞു. നോഷൊക്കെ പണിക്ക് കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സിൽ മതി എന്നിട്ടോ പറഞ്ഞേ. അപ്പം നമുക്ക് അതിലാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് അവർ മദർസ വിട്ട് വരട്ടെ. എനിക്ക് ലച്ചുവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പനിച്ചോ എന്താ ഒന്നും അറിയില്ല. അപ്പം ഇപ്പോഴത്തെ എനിക്കൊരു പനി ഉണ്ടായിരുന്നു കേട്ടോ. ആ പനി പകർന്നതാണ് തോന്നുന്നു. ആദ്യം ലച്ചുക്ക് തന്നെ ആയിരുന്നു പനി. പിന്നെ അതെനിക്ക് കിട്ടി. പിന്നെ എല്ലാം ഒരാഴ്ച വിട്ടിട്ടാട്ടോ. അപ്പോൾ പിന്നെ ലച്ചുക്ക് തന്നെ ആയി കേട്ടോ. അപ്പം അതൊന്ന് കാണിക്കണം. നൗഷുക്ക സ്ഥലത്തില്ല കേട്ടോ. നൗഷുക്ക വേറൊരു സ്ഥലത്ത് പോയിരിക്കുക. അപ്പം നൗഷുക്ക വന്നിട്ട് ഇന്നിപ്പം കാണിക്കൽ നടക്കൂല. കുട്ടികളുടെ ഡോക്ടർ വൈകുന്നേരം ഉണ്ടാവില്ലല്ലോ. അപ്പം നാളെ ആയിരിക്കും മിക്കവാറും കാണിക്കുക. ചിലപ്പം പനി കൂടുതലൊക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ കാണിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ബാക്കി നമുക്ക് ടിഫിനിലൊക്കെ ആക്കിയിട്ട് അവർ വന്നിട്ട് കാണാം. ഞാൻ ജീരകം രാത്രി വെള്ളത്തിലിടും കേട്ടോ. എന്നിട്ട് രാവിലെ അത് നന്നായി തിളപ്പിക്കും. അപ്പോൾ ഇതിൽ ചെറുനാരങ്ങയും കൂടി കുറച്ച് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയും കേട്ടോ. അപ്പം ചെറുനാരങ്ങ ഇപ്പം നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഇത് ജീരകം വെള്ളം കുടിക്കാം കേട്ടോ. ഞാനിതാണ് കേട്ടോ ഇപ്പോൾ രാവിലെ കുടിക്കാറ്. അല്ലെങ്കിൽ ഇഞ്ചി നീര് മിക്സ് ആക്കിയിട്ടുള്ള വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ ഇതാണ് കുടിക്കാറ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അലമാരൊക്കെ തുറന്നിട്ടിട്ടുള്ളത്. അതൊരു ജേഴ്സി തപ്പിയതാട്ടോ. പാച്ചൊക്കെ സ്കൂളിലോട്ട് ഒരു ജേഴ്സി വേണം പറഞ്ഞു കേട്ടോ. എന്തോ ഫുട്ബോളിൻ്റെ എന്തോ ഇതുണ്ട്. അപ്പം അത് തപ്പിയതാണ് കേട്ടോ. പക്ഷെ കിട്ടിയില്ല, ചെറുതായി പോയിട്ടോ. എല്ലാം ജെയ്സിൻ്റെ പാൻറ് ഇത് ട്രൗസറുകളുള്ളൂ കേട്ടോ. കുപ്പായങ്ങൾ ഇനി കുറച്ച് മേടിക്കണം എനിക്ക്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇനി അവർ വന്നിട്ട് കാണാം കേട്ടോ. രാവിലെ തന്നെ ഒരു മാങ്ങ കിട്ടിയിട്ടോ. അപ്പം അത് ഈ ഭാഗം ചെറിയതായിട്ടൊരു
നിലത്ത് വീണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കട്ടാക്കി കളഞ്ഞത്. അതിന് നമുക്കിത് കഴുകിയിട്ട് കഴിക്കാം കേട്ടോ. ഇത് കഴുകി കഴിക്കാം. അപ്പം ഇതാണ് കേട്ടോ, രാവിലെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ കഴിക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ നല്ല ആവി പാർന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കുഞ്ഞത് ലച്ചുക്ക്, ഇത് പാച്ചുക്കും എനിക്കും കേട്ടോ. അപ്പം രണ്ട് വലുത് എനിക്കെന്ന് പറയണ്ട, പാച്ചു സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ വേണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. പിന്നെ ഇതാ നമ്മുടെ കാപ്പി ഇവിടെ ഉണ്ട് കേട്ടോ. കാപ്പി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറി കേട്ടോ. മക്കൾ വരാൻ കുറച്ച് ടൈമും കൂടി ഉണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ മക്കൾ വരാൻ. അപ്പോഴത്തേക്കും 2 ഡ്രസ്സ് അലക്കാനുണ്ട് കേട്ടോ. അപ്പം അത് വേഗം അലക്കിയിട്ട് വരാം. നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, അതൊക്കെ നമ്മുടെ കിച്ചണിലത്തെ രാവിലത്തെ പരിപാടികളാണ് കേട്ടോ. അപ്പം അതാ അവിടെ പുട്ടാവുന്നുണ്ട്, അതിൻ്റെ ഒപ്പത്ത് ചായ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടോ എല്ലാം കഴുകി വെക്കുള്ളൂ. അപ്പം ഒരുമിച്ച് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പം അവർ വരുമ്പോഴത്തേക്കും നമുക്ക് വേഗം അലക്കിയിട്ട് വരാം. അപ്പം ഇതാട്ടോ എല്ലാം അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉണ്ടായിട്ടുള്ള അലക്കാൻ. അപ്പം എല്ലാം അലക്കിയിട്ട് പിന്നെ നമ്മുടെ വിറകൊക്കെ കൊത്തി മുറിച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് എല്ലാം അടുക്കളയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ മദ്രസ വിട്ട് വന്നു നമ്മുടെ പാച്ചു ചായ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അത് നമ്മുടെ ലച്ചുവിൻ്റെ ഒരു കലാവിരുദ്ധ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാച്ചു ഇതാ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. തീരെ ടൈമില്ല കേട്ടോ ഇപ്പോൾ പാച്ചുക്ക്. ഇപ്പം സ്കൂളിലോട്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ തീരെ ടൈമില്ല. അപ്പോൾ പാച്ചു വേഗം പോവുകയാണ് കേട്ടോ. ലച്ചുകുട്ടി മദർസിലൊക്കെ പോയിട്ടോ. മദർസൊന്ന് പനിച്ചിട്ട് അവൾ കിടക്കായിരുന്നു കേട്ടോ. അല്ലേ, മദർസിലുണ്ട് ലിമ്മച്ച് പറഞ്ഞില്ല പോകണ്ടെന്ന്. എന്നിട്ട് എന്താ പോവാത്തെ? ആരപ്പം പോയത്? അപ്പം പനിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് പനി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ ചായ കൊടുക്കാം കേട്ടോ. ലേശം പുട്ടും അരി കൊടുക്കാം. ഉച്ചക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി ആക്കാം കേട്ടോ. അപ്പം പനിക്കുന്നതിൻ്റെ മുന്നേ വേഗം നമുക്ക് മരുന്ന് കൊടുക്കാം കേട്ടോ. അപ്പം രാവിലെ കൊടുത്തതാണ്. അപ്പം 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ കൊടുക്കാം. ഇനിയിപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് കാണാം. അപ്പം നമ്മളെ പണിയൊക്കെ ഒരു ഇതായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ ലച്ചുട്ടി ഉറങ്ങുക കേട്ടോ. എല്ലാം പനിക്കുന്നുണ്ട്. അവൾ ഉറങ്ങുകയാണ്. പിന്നെ ഇന്ന് മുഴുവൻ വീഡിയോ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം കറണ്ട് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോണിൽ ഒരു 20% ചാർജ് ഉള്ളൂ. ഉള്ളത്രയും ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലച്ചുട്ടിക്ക് നല്ല പനിയാട്ടോ. പിന്നെ ഞാൻ കുറേ നേരം മുളപ്പം കടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എണീക്കുന്നത് തന്നെ 2 മണിയായപ്പോഴാണ്. അപ്പം 2 മണിയായപ്പോൾ എണീറ്റിട്ട് ഞാൻ വേഗം കഞ്ഞി വെച്ചു കേട്ടോ. കഞ്ഞി വെച്ചതുണ്ടായിരുന്നു, വേഗം ഒന്ന് ചൂടാക്കി കേട്ടോ. കഞ്ഞി ആയിട്ടുണ്ട്. കഞ്ഞി വയ്ക്കണ്ടേ? കുടിക്കണോ? നല്ല കുട്ടിയല്ലേ. വാഴ ഇട്ടേരാ വേണ്ട. വാ, അമ്മച്ചി കഞ്ഞി വെച്ചിട്ടുണ്ട്. എന്നാ ബാ, ഇങ്ങോട്ട് കൊണ്ടു തരണോ? ഇവിടുന്ന് കുടിക്കോ? കഞ്ഞി കൊടുക്കാട്ടോ കുട്ടിക്ക്. അപ്പം കഞ്ഞിക്ക് വേറൊന്നും വേണ്ട കേട്ടോ. വായൊക്കെ എരിവാണ്. അപ്പം ഞാൻ കഞ്ഞിയും ലേശം അച്ചാറും എടുത്ത് കേട്ടോ. അച്ചാറൊന്നും കൂട്ടിയിട്ടില്ല. ഞാനെന്താ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വാഴ 2 സിനിമ ഇട്ട് കൊടുത്തിട്ടോ കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ കഞ്ഞി കുറച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ, അത് കുടിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ രണ്ടാളും കിടക്കുക കേട്ടോ. ഓക്കെ ഇങ്ങനെ കേട്ടോ, വെയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൂടെ ഇങ്ങനെ നിൽക്കണം. എണീക്കാൻ വിടുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ ഓളപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടന്നു കേട്ടോ. ഇന്നത്തെ ദിവസം മുഴുവനും ലച്ചുവിൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അവൾ കളിക്കൊക്കെ അങ്ങനെ തുള്ളി, പിന്നെ അവൾ പറയുന്നതൊക്കെ കുറച്ച് കേട്ട് അങ്ങനെ തന്നെ നിന്നു കേട്ടോ. പിന്നെ പനിച്ചാലും അവളിങ്ങനെ
ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടിക്കുക കാര്യങ്ങളൊന്നുമില്ല. നല്ല പനിക്കുന്നുണ്ട് കേട്ടോ. പനിച്ചാലുള്ള അവസ്ഥ ഇതാണ് ഗൈസ്, എടുത്ത് നടക്കണം. നല്ല പനിയാട്ടോ. നമുക്ക് പാച്ചുക്ക് ചായ വെക്കാം. നടക്ക്. അങ്ങനെ ചായയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു ഞാനിതാ നമ്മുടെ ലിച്ചട്ടീൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ പനിച്ചിട്ട് കടന്നിട്ട് മുടി ഇങ്ങനെ ചിക്കാവുമല്ലോ, നമുക്ക് പനിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പം അതിനെക്കാട്ടിലും വലിയ കോലാട്ടോ എൻ്റെത്. കാരണം ഞാനും ഇന്ന് മൊത്തം കടത്തം തന്നെയായിരുന്നു. ഇവിടെ ലച്ചു മേലൊക്കെ കഴുകി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം പനിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഓളപ്പച്ച് വന്നിട്ടില്ല. ഓളപ്പച്ച് വന്നിട്ട് ചിലപ്പം ഇന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ നാളെ കുട്ടികളുടെ ഡോക്ടറെ ആയിരിക്കും കേട്ടോ കാണിക്കുക. ഇന്നിപ്പം പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ പനി നിൽക്കുന്നില്ല, പനി ഇടക്കിടക്ക് വരുന്നുണ്ട് കേട്ടോ, പനിക്കുന്നുണ്ട്. അവളെ സ്റ്റിക്കറിൽ കളിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ പാച്ചുക്ക് ചായ വെച്ചിട്ടുണ്ട്. അപ്പം പാച്ചു വന്നിട്ട് നിനക്കും തരും ചൂടാ. അപ്പം പാച്ചുക്കെന്ന് പറഞ്ഞപ്പോൾ ലച്ചുവോക്കും വേണമെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. എന്നിപ്പം കടികളൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. നൂഷക്ക് വരുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് നേരമായിട്ടോ. 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പനിച്ചിട്ട് കിടക്കുകയല്ലേ. അപ്പം ഞാനും മോളെ കൂടെ തന്നെ കടന്നു. അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ലച്ചുട്ടി ഇതാ കളിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മേലൊക്കെ കഴുകിയപ്പോൾ ഒന്ന് ഉഷാറായിട്ടുണ്ട്. അങ്ങനെ പനി വിട്ടപ്പോൾ ഓളെ മേക്കപ്പ് സാധനമൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇങ്ങനെയല്ലല്ലോ സ്കൂളിൽ പോയത്, ഇങ്ങനെയല്ലല്ലോ സ്കൂളിൽ പോയത്. നോക്ക് ഭയങ്കര പണിയാണ്. തൊട്ടോക്ക് ഇല്ല, തൊട്ടോക്കോണേ തൊടൂലേ. പിന്നെ പാച്ചുക്ക് ചായ കൊടുത്തു. ചായ കുടിച്ചു കളിക്കാൻ പോയിട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും